ഇന്നു മുതൽ രാജ്യത്ത് ഒരു പുതിയ പരിഷ്കാരം നടപ്പിലാവുകയാണ്. അത് രാജ്യത്തുടനീളം അതായത് 2025 ഒക്ടോബർ 4 മുതൽ ഒരു പുതിയ ചെക്ക് ക്ലിയറൻസ് ഇപ്പോൾ വരികയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. അതായത് ഈ ചെക്ക് ക്ലിയറൻസ് സംവിധാനം പ്രാബല്യത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ചെക്ക് ക്ലിയറൻസ് സംവിധാനത്തെ ഗണ്യമായി വേഗത്തിലാക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പോയിന്റ്. ചെക്ക് നിക്ഷേപിച്ച ഉടൻ തന്നെ ക്ലിയറൻസും സെറ്റിൽമെൻറ്റും നടക്കുന്ന ബാച്ച് അധിഷ്ഠിത പ്രക്രിയയ്ക്ക് പകരമാണിത് എന്നുള്ളതാണ്. ഈ മാറ്റം അനുസരിച്ച് ചെക്ക് ഫണ്ടുകൾ 1 മുതൽ 2 പ്രവൃത്തി ദിവസങ്ങൾക്ക് പകരം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ബാങ്കുകൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്ടോബർ 3 ഒരു ട്രയൽ റൺ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ മാറ്റങ്ങളെക്കുറിച്ചും അവ നിങ്ങളുടെ എങ്ങനെ ബാധിക്കുമെന്നതും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചെക്ക് ക്ലിയറിംഗ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് ചോദിച്ചാൽ, പുതിയ സംവിധാനത്തിന് കീഴിൽ ചെക്കുകൾ ഇനി നിശ്ചിത ബാച്ചുകളായി പ്രോസസ്സ് ചെയ്യില്ല. രാവിലെ 10 മുതൽ 4 വരെ അവതരണ സെഷനിൽ ബാങ്കുകൾ തുടർച്ചയായി ചെക്കുകൾ സ്കാൻ ചെയ്ത് അവതരിപ്പിക്കും. ഇപ്പോൾ ഓരോ ചെക്കും തത്സമയം ക്ലിയർ ചെയ്യും. ഇത് നിലവിലെ T+1 ദിവസത്തിൽ ക്ലിയറിംഗ് സമയം കുറച്ച് മണിക്കൂറുകളായി കുറയ്ക്കുന്നു എന്നുള്ളതാണ്. പുതിയ ചെക്ക് ക്ലിയറൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്ന രാവിലെ 10-നും വൈകുന്നേരം 4-നും ഇടയിൽ നിക്ഷേപിക്കുന്ന ചെക്കുകൾ ഉടൻ തന്നെ സ്കാൻ ചെയ്ത് ക്ലിയറിംഗ് ഹൗസിലേക്ക് അയക്കും. രാവിലെ 11 മുതൽ ബാങ്കുകൾ ഓരോ മണിക്കൂറിലും പേയ്മെൻറ്റുകൾ തീർപ്പാക്കും. ഒന്നാം ഘട്ടം ഒക്ടോബർ 4 മുതൽ ജനുവരി 2, 2026 വരെ ആയിരിക്കും. ബാങ്കുകൾ വൈകുന്നേരം 7 മണിക്കുള്ളിൽ ചെക്ക് സ്ഥിരീകരണം അല്ലെങ്കിൽ ചെക്ക് സ്വയമേവ ക്ലിയറാക്കും. രണ്ടാം ഘട്ടം 2026 ജനുവരി 3 മുതലാണ്. ഓരോ ചെക്കിനും സ്ഥിരീകരിക്കാൻ ബാങ്കുകൾക്ക് 3 മണിക്കൂർ മാത്രമേ ലഭിക്കൂ. ഉദാഹരണത്തിന് രാവിലെ 10-നും 11-നും ഇടയിൽ ലഭിക്കുന്ന എല്ലാ ചെക്കുകളും ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് പുതിയ നിയമം ഈ പുതിയ നിയമം പറയുന്നത്. എന്തായാലും ഇത് രാജ്യത്ത് വലിയൊരു പരിഷ്കാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.